സോ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈ മെത്തേഡ് ശരിക്ക് എമൗണ്ട് ഓഫ് സെയിൽസ് ഫിഗർ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. പിന്നെ സെബി നിഷ്കർഷിച്ചിരിക്കുന്നതും ഈ ഒരു മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഉള്ളതിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാനാണ് സെബി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് മെത്തേഡിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് നെറ്റ് പ്രോഫിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റീകൺസിലേഷൻ മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിൽ പ്രകാരം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിൽ നിന്നാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം സ്റ്റാർട്ട് ചെയ്യുക ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ ചെയ്യുന്നു, അതായത് ആഡ് ബാക്ക് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. സോ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിക്കും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. ആ അതേ മെത്തേഡാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയും. സോ ഇവിടെ നമ്മൾ സ്യൂട്ടബിൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്? ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലാതെ, ഇത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നോൺ ക്യാഷ് ഐറ്റംസ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അതൊക്കെ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സസ്, അമോർട്ടൈസേഷൻ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻറ്റ് പെയ്ഡ്, ഡിവിഡൻറ്റ് റിസീവ്ഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ചിലത് ആഡ് ചെയ്യുന്നു, ചിലത് ഡിഡക്റ്റ് ചെയ്യുന്നു. ദെൻ പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പ്രകാരം. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ മാറ്റിയിട്ട് ക്യാഷ് ബേസിസ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കറൻറ്റ് അസറ്റിലും കറൻറ്റ് ലയബിലിറ്റീസിലും ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നമുക്ക് തരുമ്പോൾ കറൻറ്റ് അസറ്റ്സിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് അല്ലെങ്കിൽ കറൻറ്റ് ലയബിലിറ്റീസിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് അതിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, സ്യൂട്ടബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ അതെങ്ങനെയാണ് ചെയ്യുക? ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് സപ്പോസ് ഇപ്പോൾ ഒരു വർഷത്തെ സ്റ്റാർട്ടിങ്ങിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 1 lakh ആണ്. അതേസമയം നെക്സ്റ്റ് ഇയറിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 90,000 ആണ്. അതായത് 10,000 കുറഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് 10,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് 1 ലക്ഷം രൂപയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്, എൻഡിങ് ആയപ്പോഴേക്ക് 90,000 ആയാൽ 10,000 നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കളക്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ കറൻറ്റ് അസറ്റ് എന്തൊക്കെ ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടെ നമ്മൾ കിട്ടിയിട്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്, ആ പ്രോഫിറ്റിനോട് കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതേസമയം കറൻറ്റ് ലയബിലിറ്റിയിൽ വല്ല ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറൻറ്റ് ലയബിലിറ്റിയിൽ ഇപ്പോൾ ഏതെങ്കിലും കറൻറ്റ് ലയബിലിറ്റി ആയിട്ടുള്ള ബിൽസ് പേയബിളോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ ഒക്കെ കൂടിയെന്ന് വിചാരിക്കാം. കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രെഡിറ്റേഴ്സ് കൂടിയാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 50,000 ആയിരുന്നു, പക്ഷേ ഈ വർഷം 60,000 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപയും കൂടെ എന്താണ് ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത് ഇൻക്രീസ് ആണ്. അപ്പോൾ ആ ഇൻക്രീസ് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കറൻറ്റ് ലയബിലിറ്റീസിൽ വല്ല ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് ജനറേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കറൻറ്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ടാണത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഡെറ്റേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ഇനിയും കിട്ടിയിട്ടില്ല, അത് ഡെറ്റേഴ്സായിട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അതിനെ നമ്മൾ ലെസ് ചെയ്യണം.
അതുപോലെ കറൻറ്റ് ലൈബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഒരു ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഔട്ട്ഫ്ലോ ആകുമ്പോൾ അതിനെയും നമ്മൾ കുറയ്ക്കണം. സോ ഈ ഒരു റൂള് നമ്മളുടെ മനസ്സിൽ വേണം. ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം, ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അതുപോലെ ഇൻക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റി ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡിക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റി ആണെങ്കിൽ ലെസ് ചെയ്യണം. ഈ ഒരു റൂൾ പ്രകാരം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. സോ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. നോൺ ക്യാഷ് എക്സ്പെൻസസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എക്സ്പെൻസസ് അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഈ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് കറൻറ്റ് അസറ്റിലും കറൻറ്റ് ലൈബിലിറ്റീസിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടെ ചെയ്യുന്നു. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഒറിജിനലി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഫോർമാറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് മുന്നേയുള്ള നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു. അതിനോടുകൂടെ നമ്മൾ എല്ലാ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളൊക്കെ ആഡ് ചെയ്യുന്നു. ഓക്കെ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളും നോൺ ക്യാഷ് എക്സ്പെൻസസുകളും ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ് അങ്ങനെയുള്ള നോൺ ക്യാഷ് എക്സ്പെൻസസുകളൊക്കെ ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുന്നു. ഈ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആയിട്ടുള്ള ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡിനൊക്കെ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലും ഫിനാൻസിങ് ആക്ടിവിറ്റീസിലൊക്കെ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒക്കെ. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലെസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ക്യാപിറ്റലിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ഇൻക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റി ആണെങ്കിലും ആഡ് ചെയ്യുന്നു. ഇനി ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നു, ഡിക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റി ആണെങ്കിൽ ലെസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഫൈനൽ ഫിഗർ കിട്ടും. പക്ഷേ ഇത് ടാക്സിന് മുന്നേ ഉള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ളത് കുറയ്ക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻകംസ് എന്നുണ്ടെങ്കിൽ അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടുന്നു? നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അത് ഇൻഫ്ലോ ആയിരിക്കാം അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആയിരിക്കാം. പിന്നെ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അത് ഡയറക്റ്റ് മെത്തേഡ് ആയാലും ഇൻഡയറക്റ്റ് മെത്തേഡ് ആയാലും എല്ലാം സെയിം രീതിയിൽ തന്നെയാണ്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കിട്ടും. അതിനോടുകൂടെ ഓപ്പണിങ്ങിലുള്ള, അതായത് ബിഗിനിങ്ങിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലോസിങ്ങിലുള്ള ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻസ് കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് മെത്തേഡിലുള്ള ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ് അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ 2 വർഷത്തെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. 2018 2019 ഡാറ്റ തന്നിട്ടുണ്ട്. ഓരോ ഐറ്റംസ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ജനറൽ റിസർവ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറീസ് പ്രീപെയ്ഡ്, ഗുഡ് വിൽ. സോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡിഫറൻസ്, അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കറൻറ്റ് അസറ്റിലും കറൻറ്റ് ലൈബിലിറ്റീസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഐറ്റത്തിൽ നിന്നും ഏതൊക്കെയാണ് കറൻറ്റ് അസറ്റ്സ്, ഏതൊക്കെയാണ് കറൻറ്റ് ലൈബിലിറ്റീസ്, ഏതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നോൺ ക്യാഷ് ഐറ്റംസ് ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം കിട്ടുമ്പോൾ തന്നെ നമ്മളിതാണ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ ഡിഫറൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഏതൊക്കെയാണ് കറൻറ്റ് അസറ്റ്സ്, കറൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡെറ്റേഴ്സ് കറൻറ്റ് അസറ്റാണ്. ദെൻ ബിൽസ് റിസീവബിൾ കറൻറ്റ് അസറ്റാണ്. ദെൻ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറൻറ്റ് ലൈബിലിറ്റിയാണ്. അതുപോലെ സാലറീസ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റാണ്. സോ 4 ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. കറൻറ്റ് ഐറ്റംസിൽ കറൻറ്റ് അസറ്റ്സും 2 എണ്ണം, കറൻറ്റ് ലൈബിലിറ്റീസ് 2 എണ്ണം. ഓക്കെ,
ദെൻ ജനറൽ റിസർവ് എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് ഐറ്റമാണ്. ആ നോൺ ക്യാഷ് ഐറ്റത്തിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. ഇൻക്രീസിങ് ആണെങ്കിൽ ട്രാൻസ്ഫർ ടു റിസർവ് ആണ്. ട്രാൻസ്ഫർ ടു റിസർവ് ആണെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ വേറെ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. ഡിക്രീസിങ് ആണ്, അതായത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആണ്. അപ്പോൾ റിട്ടേൺ ഓഫ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതും ആഡ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ. സോ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു. സോ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് 60,000 ഉള്ളത് 65,000 ആയി. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 5,000 ആണ്. സപ്പോസ് ഇത് നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതും. ഓക്കെ. അതായത് നെഗറ്റീവ് ഫിഗർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. ഇവിടെ പക്ഷേ നമുക്ക് പോസിറ്റീവ് ഫിഗർ ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് വേണ്ട. ഇതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു നോൺ ക്യാഷ് ഐറ്റംസ്. അതായത് ട്രാൻസ്ഫർ ടു റിസർവിലേക്ക് നമ്മൾ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? 2,07,000 ഉണ്ടായിരുന്നത് 1,72,000 ആയി. അപ്പോൾ 35,000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ദെൻ ഗുഡ് വിൽ റൈറ്റ് ഓഫ്. ഗുഡ് വിൽ എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്ത്? 70,000 ഉള്ളത് 60,000 ആയി. അതായത് 10,000 ആണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ 45,000. ഈ 45,000 നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്യുന്നു. സോ 50,000 നമുക്ക് കിട്ടുന്നു. ഓക്കെ. 50,000 കിട്ടുന്നു. ഇനി നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ഇൻകംസ് ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കറൻറ്റ് ഐറ്റത്തിലുണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് ചെയ്യുക. സോ 50,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ, കറൻറ്റ് അസറ്റിൽ ഡിക്രീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. അതുപോലെ കറൻറ്റ് ലയബിലിറ്റീസിൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ കറൻറ്റ് അസറ്റ് നോക്കി ഏതൊക്കെയാണ്? ഡെറ്റേഴ്സ് 85,000 ഉള്ളത് 48,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് എന്നുള്ളത് ആഡ് ചെയ്യണം. ഓക്കെ. സോ ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ഡെറ്റേഴ്സ് എന്നുള്ളത് ആഡ് ചെയ്യുന്നു. ഡെറ്റേഴ്സ് എത്രയാണ് വരുന്നത്? 37,000 ആണ് വരിക. ഓക്കെ. 37,000. അപ്പോൾ ആ ഫിഗർ നമ്മൾ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 37,000 ആഡ് ചെയ്യുന്നു. ഇനി അടുത്ത കറൻറ്റ് അസറ്റ് എന്താണ്? ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ 40,000 ഉള്ളത് 80,000 ആയിട്ട് കൂടുകയാണ് ചെയ്തത്. ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ ലെസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി കറൻറ്റ് ലയബിലിറ്റി നോക്കുക. കറൻറ്റ് ലയബിലിറ്റി വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമ്മളെന്താണ്? അതൊരു കറൻറ്റ് ലയബിലിറ്റിയാണ്. അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 26,000 ഉള്ളത് 8,000 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ലെസ് ചെയ്യണം. ഓക്കെ. അതുപോലെ സാലറി പ്രീപെയ്ഡ് എന്ന് പറയുന്ന ഒരു കറൻറ്റ് അസറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സാലറി പ്രീപെയ്ഡ് 8,000 ഉള്ളത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇൻക്രീസിങ് ഒക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലെസ് ചെയ്യുകയാണ് ചെയ്യുക. ആ റൂള് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വേണം. സോ ഇവിടെ ഡെറ്റേഴ്സ് മാത്രമേ കൂട്ടേണ്ടതുള്ളൂ. ഡെറ്റേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 87,000 കിട്ടുന്നു. ഇനി നമ്മൾ കുറയ്ക്കേണ്ടത് ഏതൊക്കെയാണ്? കുറയ്ക്കേണ്ടത് ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ്, അതായത് ബിൽസ് റിസീവബിൾ ഇൻക്രീസ് ചെയ്തു. എത്രയാണ്? പിന്നെ ബിൽസ് റിസീവബിൾ 40,000 ഉള്ളത് 81,000 ആയിട്ട്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 41,000 ആണ്. ദെൻ വേറൊരു കറൻറ്റ് അസറ്റ് ആയിട്ടുള്ള പ്രീപെയ്ഡ് സാലറീസ് പ്രീപെയ്ഡ് ഇൻക്രീസ് ചെയ്തു. സാലറീസ് പ്രീപെയ്ഡ് ഇൻക്രീസ് ചെയ്തത് എത്രയാണ്? സാലറി പ്രീപെയ്ഡ് ഇൻക്രീസ് ചെയ്തു. അത് 10,000 ആയിട്ട് മാറി, അതായത് 2,000. ദെൻ പിന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന കറൻറ്റ് ലയബിലിറ്റി എന്ത് ചെയ്തു? അത് ഡിക്രീസ് ചെയ്തു. കറൻറ്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന കറൻറ്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ലെസ് ചെയ്യണം. അപ്പോൾ 26,000 ഇന്ന് 8,000 ആയി. അപ്പോൾ 18,000. സോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 61,000. സോ 61,000 87,000 നിന്നും 61,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഫിഗർ 26,000. സോ നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 26,000 ആണ്. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് പ്രോബ്ലം തരുമ്പോൾ നമുക്ക് ഈ ഇൻഡയറക്റ്റ് മെത്തേഡേ വഴിയുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. ഓക്കെ. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത്.
ഓക്കെ, ദെൻ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിൽ നേരത്തെ പോലെ തന്നെ ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അക്രൂഡ് ഇൻകം ഉണ്ട്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്, പിന്നെ പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയറും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡിഫറൻസ്. നെറ്റ് പ്രോഫിറ്റ് 70,000 ആണ് തന്നിട്ടുള്ളത്. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നോൺ ക്യാഷ് ഐറ്റംസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒന്നുമില്ല. ജസ്റ്റ് എന്തേ ഉള്ളൂ, കറൻറ്റ് ഐറ്റംസിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അതായത് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റാണ് 70,000 ആണ്. ഓക്കെ, 70,000. ഇനി ഇതിനോട് കൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ഐറ്റംസ് ആണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റിലുണ്ടാകുന്ന ഡിക്രീസ് ആഡ് ചെയ്യണം. അതുപോലെ ഇൻക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റീസിലുള്ള ഇൻക്രീസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് നോക്കുക. കറൻറ്റ് അസറ്റ്സിൽ ഏതൊക്കെയാണ് ഡിക്രീസ് ഉള്ളത്? ഇവിടെ ഡിക്രീസ് ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? ബിൽസ് റിസീവബിൾ 50,000 ഉള്ളത് 47,000 ആയിട്ട് കുറഞ്ഞു. ഡെറ്റേഴ്സ് 10,000 ഉള്ളത് 12,500 ആയിട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ആണ്. അപ്പോൾ അത് എടുക്കണ്ട. സോ ബിൽസ് റിസീവബിൾ എടുക്കാം. ദെൻ ബിൽസ് പേയബിളിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? 20,000 ഉള്ളത് 25,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ ബിൽസ് പേയബിൾ ആഡ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് 8,000 ഉള്ളത് 6,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസ് ആയതുകൊണ്ട് അത് നമ്മൾ ഇവിടെ എല്ലാം എടുക്കേണ്ടത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു കറൻറ്റ് ലൈബിലിറ്റിയാണ്. അത് 10,000 ഉള്ളത് 1,200 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ അത് നമ്മൾ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന അസറ്റാണ്. ആ അസറ്റ് 800 ഉള്ളത് 700 ആയിട്ട് കുറഞ്ഞു. അതായത് അപ്പോൾ നമ്മളവിടെ ലെസ് ചെയ്യണം. ഓക്കെ, അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. ലെസ് ചെയ്യല്ല, ആഡ് ചെയ്യണം. അതും നമ്മളിവിടെ എടുക്കണം. ഇനി അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു കറൻറ്റ് അസറ്റാണ്. ആ അക്രൂഡ് ഇൻകത്തിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? 600 ഉള്ളത് 750 ആയിട്ട് കൂടുകയാണ് ചെയ്തത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇൻക്രീസ് ചെയ്താൽ അത് നമ്മൾ ലെസ് ചെയ്യണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു കറൻറ്റ് ലൈബിലിറ്റിയാണ്. ആ ലൈബിലിറ്റീസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡിക്രീസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 800 ഉള്ളത് 250 ആയിട്ട് കുറഞ്ഞു. ഡിക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റി ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇത്രയും നമുക്ക് ആഡ് ചെയ്യേണ്ട 4 ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത്. ബിൽസ് റിസീവബിൾ, ദെൻ ബിൽസ് പേയബിൾ, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. സോ ഓരോ ഐറ്റംസും എടുത്ത് നോക്കുക, ഏതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക. സോ ആഡ് ചെയ്യേണ്ടതിൽ ഡിക്രീസ് ഇൻ കറൻറ്റ് അസറ്റ്സും ഇൻക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റീസും ആണ്. അതിൽ 4 ഐറ്റംസ് കിട്ടി. ആദ്യം നമ്മൾ ബിൽസ് റിസീവബിൾ. അപ്പോൾ ഐറ്റംസൊക്കെ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 70,000 ആണ്. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഒന്ന്, ഡിക്രീസ് ഇൻ ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എത്രയാണ് ഡിക്രീസ് ഉള്ളത്? 3,000. ദെൻ ഇൻക്രീസ് ഇൻ ബിൽസ് പേയബിൾ, അതായത് ഒരു കറൻറ്റ് ലൈബിലിറ്റിയാണ്. കറൻറ്റ് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം 5,000. അടുത്തത് ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു കറൻറ്റ് ലൈബിലിറ്റിയാണ്. അത് ഇൻക്രീസ് ചെയ്തു 200 ആണ്. അത് ആഡ് ചെയ്യണം. ദെൻ ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു കറൻറ്റ് അസറ്റാണ്. അത് ഡിക്രീസ് ചെയ്താൽ ആഡ് ചെയ്യണം 100 രൂപ. സോ ടോട്ടൽ എത്രയാണ് വരുന്നത്? 8,300. സോ ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 78,300 കിട്ടി. ഓക്കെ, 78,300. ഇനി നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ എടുത്തു വയ്ക്കാം. സോ 78,300. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് എന്താണ്? ഇൻക്രീസ് ഇൻ കറൻറ്റ് ലൈബിലിറ്റിയാണ്. സോ ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ്സ് ആണ്. കറൻറ്റ് അസറ്റ്സിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഡെറ്റേഴ്സ് വരും. ഡെറ്റേഴ്സിൽ 2,500 ഇൻക്രീസ് ചെയ്തു. ദെൻ
ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ഡിക്രീസ് ചെയ്തു. കറൻറ്റ് ലൈബിലിറ്റി ആണ് 2000. ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കി നോക്കുക. ദെൻ ഇൻക്രീസ് ഇൻ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു കറൻറ്റ് അസറ്റാണ്. അത് ഇൻക്രീസ് ചെയ്തു, 150 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ലെസ് ചെയ്യണം. ദെൻ ഡിക്രീസ് ഇൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇത് ഒരു കറൻറ്റ് ലൈബിലിറ്റിയാണ്. അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അത് 550 രൂപ. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5200 കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ 73100 കിട്ടും. ഓക്കെ. സോ നമ്മളുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇത്രയാണ്, 73100. ഇവിടെ നമുക്ക് നോൺ ക്യാഷ് ഐറ്റംസോ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസോ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസോ ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് ഈ കറൻറ്റ് ഐറ്റംസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇത് മാത്രം തന്നിട്ടൊക്കെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ പ്രോബ്ലം ചോദിക്കാറുണ്ട് 4 മാർക്കിനൊക്കെ. സോ ഇങ്ങനെ ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ.